അല്ല പിള്ളേരുറങ്ങിയോടി? ശരിയേ, നിനക്കൂടെ ഒരെണ്ണം ഒഴിക്കട്ടെ? എന്നാ പറ്റിന്ന്? എന്നാ പറ്റിയെന്നാ ചോദിച്ചത്? മേരി ചോദിച്ചു കേട്ടില്ലേ നിനക്ക് എന്നാലും പേടിയുണ്ടോന്ന്? ആ ഉണ്ട്. 5 ആങ്ങളമാരുടെ അപ്പന്റെയും കൈതട്ടി എന്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോ എന്നെക്കാത്ത എന്റെ ഇടം വരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? അന്ന് ഞാനും നിങ്ങളുവേ ഉള്ളൂ. ഇപ്പോ 4 ഉണക്ക പോലീസുകാരൻ നീ മുറ്റം വരെ ചവിട്ടി കയറി എന്ന് വിചാരിച്ചിട്ടാ? ഇതാദ്യമൊന്നും അല്ലല്ലോ. എടി പോലീസുകാർ അവരുടെ പണി നേരാവണ്ണം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കണം. ഇനി മിറ്റം വരെ വന്നവര് നാളെ അകത്തേക്ക് ചവിട്ടി കയറിയില്ലെന്ന് ഉറപ്പ് വരാൻ പറ്റുമോ എനിക്ക്? ഒറ്റയ്ക്കായി പോകും നമ്മള്. പുറത്തെന്നേലും കാര്യത്തിന് പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ എനിക്ക് തിരിച്ചറിയാൻ ഒക്കുന്നുണ്ട്. ഇച്ച നമുക്കിവിടുന്ന് പോവാം. പോണം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. വാ മോളെ. തമ്പാനും ആന്റണി അങ്ങ് കേറിപ്പോര്. നിനക്കൂടാ അരയില് കരുതിയിട്ടില്ല ഈ വരവില്. എന്നാ വിഷയം? ഓ, അവക്ക് 3 മാസം വയറ്റിലുണ്ട്, അതാണോ? ഒരു കാര്യം ചെയ്, മിഷൻ ആശുപത്രി കൊണ്ട് പൊട്ടിച്ചോളാം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ചക്കറോ ഞാൻ കൊടുത്തോളാം. ഇനി അതിന് ഒക്കുകയല്ലെങ്കിൽ വാളർ എസ്റ്റേറ്റിന്റെ കിഴക്കേ ഏലുകയിൽ ഒരു പൊട്ടക്കിണറുണ്ട്, കേട്ട് കാണും. ഇതുപോലെ പള്ള വീർപ്പിച്ച് കയറുന്ന ചില ആളുമാര് അതിൽ ചാടാറുണ്ട്, ചാടിക്കാറുമുണ്ട്. ശേടാ, ഇതിപ്പോ പിഴച്ച് പൊക്കോട്ടെന്ന് വെച്ചപ്പോ ഞാൻ ഇനി തന്തയെ ഉണ്ടാക്കി കൊടുക്കണോ? നീയേക്കോടാ തമ്പി. നീയോടാ രാജാ? ആ അല്ലേ, പിന്നെ ഇവൻ ഏറ്റോളൂ. ജർമ്മനാ. അവള് കൂടുക നേരത്തെ ഇവൻ കയറി പണി പറ്റിച്ചെന്ന് പറഞ്ഞാൽ മതി. എസ്റ്റേറ്റ് തേയിലനുള്ളാൻ വന്ന പെണ്ണ് കാര്യം കാണാൻ മുതലാളിയെ വശീകരിച്ചതല്ല. ഈ ചെറ്റകളെ ഇടവും വലവും നിർത്തി നീ ബലാത്കാരമായിട്ട് പിഴപ്പിച്ചതാവളെ. എന്നിട്ട് അവള് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോ നീ എന്നാ പറഞ്ഞേ? പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് വാളറമാണിയുടെ വാടകപ്പെരയില, അവിടുത്തെ SI ഏമാൻ അടക്കമുള്ളവന്മാര് നിന്റെ മറ്റടത്താ. ആണോടാ പുല്ലേ? പൊട്ടിച്ചു കളാണ് അല്ലടാ, സൗകര്യമില്ലടാ. ആ മഹാപാപം ചെയ്യാനുള്ള മനസ്സവക്കില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവക്കും അവക്കൊണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും നല്ല അന്തസ്സായിട്ട് ഏതെങ്കിലും ദിക്കിപ്പോയി ജീവിക്കാനുള്ള വക നീ കൊടുക്കും. കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ വരും ഞങ്ങള് നിന്റെ അന്ത്യകൂദാശയ്ക്ക്, കത്തനാരച്ചനുമായിട്ട്. നീ വാഗച്ച.
വലിച്ചിറക്കൊണ്ട് വാടവന്മാരെ. എന്നാ അവിടെ നോക്കടാ. ഏ നീ അകത്തേക്ക് ചെല്ല് മോൻ്റെ അടുത്തോട്ട്. എന്താ? അല്ല, ആന്റണി തമ്പാനും അവരുടെ പേരിൽ ഒരു പരാതിയുണ്ട്. വാളറ മാണി മുതലാളിയുടെ. അവരിവിടെ ഇല്ല, നിലമ്പൂർക്ക് പോയതാ തടിയെടുക്കാൻ. എന്നാ ഛേ, എന്താടേ? എന്തായിടോ? ഇവിടെ അമ്മമാരില്ല സാറേ. ഓ, രണ്ടാമാർ കൂടെ ഇവളുടെ തടി തികയാഞ്ഞിട്ട് പുറത്ത് തടി പിടിക്കാൻ പോയതായിരിക്കും. വർഗീസ് അടഞ്ഞാലേ തീർത്ത് കളയും എൻ്റെ കൊച്ചുങ്ങളടക്കം. വർഗീസേ, വാടോ. മേരി, ഞാൻ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോരാ. 6 മണിക്കല്ലേ ഷോ? ഇവിടെ നിന്ന് പോവാം. ഞാൻ വിളിക്കേ. ജോണേ,
മതിയടാ നിന്റെ പോലീസുകളി. ഒലയ്ക്കുരുട്ടാനും പെരേക്കേറി പെണ്ണുങ്ങടെ ഉടുമുണ്ട് പറിക്കാനും നിനക്കൊക്കെ ഉറപ്പ് തരുന്ന ഈ കൂറയുണ്ടല്ലോ, അതിന് എത്ര പശമുക്കി പുതച്ചാലും മതിക്കുകയല്ല, വകവയ്ക്കുകയല്ല ഈ നാട്ടുകാര്. ഇതോടെ നിന്റെ ബട്ടൺസ് പൊട്ടുക വർഗീസേ. ഇത് ഫുൾ സ്റ്റോപ്പാ നിന്റെ കഴ. വർഗീസേ, ഞങ്ങൾ എന്നാ ചെയ്യാനാ? അറിയാലോ. വാ, വന്ന് വണ്ടിയിലോട്ട് കയറ്. SI സാർ രാവിലെ എത്തും. പുള്ളി എല്ലാം അറിഞ്ഞിട്ടുണ്ട്. സിഗരറ്റ് ഉണ്ടോടോ? നീ പൊക്കോ, ഞാൻ വരും. ചാടുന്നത് കണ്ടവരുണ്ട്. ഇങ്ങനെ ചെയ്യുമെന്നറിയായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് വിടുകയായിരുന്നു വർഗീസിനെ. അമാരെ പൂട്ടണ്ട സാറേ. പൂട്ടിയാ പോരാ, വെള്ള പുതപ്പിച്ച് കിടത്തണം. വേണ്ടേ? നമ്മളെങ്ങനെയാ സാറേ? നമ്മൾ കൂടെ നിന്നാൽ മതി. പൂട്ടാൻ കയറ് പൊട്ടിക്കുന്നവന്മാർ വേറെയുമുണ്ട്.